വളരെ പ്രസിദ്ധനായ സംഗീതജ്ഞനായിരുന്നു ബീഥോവൻ. തൻ്റെ 7-ാം വയസ്സ് മുതൽ വളരെയധികം സംഗീത കച്ചേരികൾ താൻ നടത്തിയിരുന്നു. തൻ്റെ ജീവിതത്തിൽ പല നേട്ടങ്ങളും താൻ വരിച്ചു. എന്നാൽ തൻ്റെ ജീവിതത്തിലും പല ദുഃഖങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. അതിലൊന്ന്, തൻ്റെ പിതാവ് ഒരു മദ്യപാനിയായിരുന്നു. തൻ്റെ പിതാവ് പലപ്പോഴും തന്നെ മുതലെടുത്തിരുന്നു. എന്നാൽ ജീവിതത്തിൽ പിതാവിൽ നിന്ന് പല തിക്താനുഭവങ്ങളുണ്ടായിട്ടും താൻ ഒരിക്കലും തൻ്റെ പിതാവിനെ വെറുത്തില്ല. അദ്ദേഹം പറയുന്ന സ്ഥലങ്ങളിലൊക്കെ സംഗീത പരിപാടി ചെയ്യുവാൻ താൻ തയ്യാറായി. തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ തനിക്ക് തൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു. ഇത് തൻ്റെ പിതാവിൻ്റെ മദ്യപാന കൂട്ടി. തന്നെക്കാൾ ഇളയ കുട്ടികളെ നോക്കേണ്ട ഉത്തരവാദിത്വം ബീഥോവനായി. എന്നാൽ ഇവിടെയൊന്നും താൻ പരാജയപ്പെട്ടില്ല. 28-ാമത്തെ വയസ്സിൽ ലോകമറിയുന്ന വളരെ പ്രസിദ്ധനായ ഒരു സംഗീതജ്ഞനായി താൻ മാറി. എന്നാൽ ഈ അവസരത്തിലാണ് തൻ്റെ ജീവിതത്തിൽ താൻ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി കടന്നു വന്നത്. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ, ഓരോ ദിവസവും കഴിയുമ്പോൾ തനിക്ക് ശ്രവണശക്തി കുറഞ്ഞു വരുന്നു എന്ന് തനിക്ക് ബോധ്യമായി. ആദ്യം ഒരു ഞെട്ടലോടെയാണ് താൻ ഇത് മനസ്സിലാക്കിയത്. എന്നാൽ ഇത് ഒരിക്കലും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ താൻ ആഗ്രഹിച്ചില്ല. കാരണം ഇത് തൻ്റെ ജീവിതത്തിൽ വളരെ നിരാശയുണ്ടാക്കി. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനും തൻ്റെ സഹോദരിമാർക്കും ഒക്കെ പ്രത്യേകം കത്തുകൾ താൻ എഴുതി. അതിലിങ്ങനെയായിരുന്നു താൻ എഴുതി ചേർത്തിരുന്നത്: എനിക്കിനിയും ഒരു സാധാരണ മനുഷ്യനായി ജീവിക്കുവാൻ കഴിയേയില്ല, ഞാൻ ഒറ്റപ്പെടുകയാണ് എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. തൻ്റെ ബധിരത തന്നെ ശരിക്കും നിരാശയിലേക്ക് നടത്തി. എന്നാൽ അതൊരിക്കലും തൻ്റെ സംഗീത ജീവിതം അവസാനിപ്പിച്ചില്ല. സംഗീതം ആസ്വദിക്കണമെങ്കിൽ അതിന് കേൾവിശക്തി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഇവിടെ ബീഥോവൻ അനുഭവിച്ച ഒരു വലിയ പ്രതിസന്ധി തൻ്റെ കേൾവിശക്തി നഷ്ടപ്പെടുന്നു എന്നതായിരുന്നു. എങ്കിലും വളരെ പ്രസിദ്ധമായ പല സംഗീത പരിപാടികളും കച്ചേരികളും താൻ നടത്തി. ഹൃദയത്തിലാണ് താൻ ഇത് പാടിയിരുന്നത്. അത് പിന്നീട് വളരെ പ്രസിദ്ധമായി. അനേകരും ബീഥോവൻ്റെ സംഗീതം വളരെ ആസ്വദിക്കുകയുണ്ടായി. തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ താൻ ഏറ്റവും ആശ്രയിച്ചിരുന്നത് ദൈവത്തിലായിരുന്നു. ഒരിക്കൽ പോലും ദൈവവിശ്വാസം തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടില്ല. ജീവിതത്തിലെ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി വന്നപ്പോഴും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്രയം ദൈവത്തിലായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിലുള്ള ആശ്രയം കുറയാതെയിരിക്കട്ടെ. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയിരിക്കും. പ്രതിസന്ധിയിൽ നാം ഒറ്റയ്ക്കല്ല, ദൈവം നമ്മോടൊപ്പം എപ്പോഴുമുണ്ട്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക: 988-022-1957.